കടിക്കാൻ നല്ല ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇത് എറണാകുളം വ്ളോഗിന്റെ 3ാമത്തെ വീഡിയോ ആണ്. രാവിലെ വരെ ഉള്ളത് ഇതാ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രാവിലെ ബോട്ടിങ്ങും കള്ളുഷാപ്പിലും ഉള്ള ഒരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ പോയി സുഖമായി കിടന്നുറങ്ങിയിട്ട് പിന്നെ നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിൽ അമ്മയും ഞാനും കുഞ്ഞൊക്കെ ഫസ്റ്റ് ടൈമാണ് ബ്രോഡ്വേയിൽ വരുന്നത്. നല്ല റേറ്റ് കുറവിന് സാധനങ്ങൾ ഇനി എറണാകുളം പോകുമ്പോൾ ബ്രോഡ്വേയിൽ കയറണം എന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 മണിക്കൂറോളം നമ്മൾ അവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ എടുത്ത് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തില്ല കേട്ടാ. ബ്രോഡ്വേയിൽ നമ്മൾ ഉച്ച കഴിഞ്ഞ് പോയിട്ട് വൈകിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് കേട്ടാ. അപ്പോൾ അച്ഛനെ എപ്പോഴും വാങ്ങാറുള്ള ഡേറ്റ്സും സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഓഫറിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇറങ്ങാൻ പോണ നേരത്താണ് നമ്മൾ കഴിക്കാത്ത ഒരുപാട് മിഠായികൾ. അവിടുന്ന് പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഇതാ ബോട്ട് കാണാൻ വന്നേക്കാണ് കേട്ടാ. നല്ല നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ടഫായിരുന്നു. എന്നാലും നമ്മൾ കുത്തിക്കയറ്റി നമ്മളവിടെ വണ്ടി പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്നു. സൺസെറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അത്രയും വൈകാൻ നിന്നില്ല, കാരണം നല്ല തിരക്കുണ്ട്, വണ്ടി എടുക്കാൻ പറ്റില്ല. ഒന്നാമത് വണ്ടി കയറി തന്നെ നല്ല ബ്ലോക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നമുക്കിനി കഴിക്കണം, ഇനി രാത്രിക്കുള്ള ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. ഇതിന് ഒന്ന് പുറത്തിറങ്ങാൻ കൂടി പറ്റണ്ടായിരുന്നില്ല. ഇതൊന്ന് ലേശം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ലേശമല്ല, നല്ലോണം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാനായിട്ടിട്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് മര്യാദയ്ക്ക് പിടിച്ചിട്ടൊക്കെ വേണം. അപ്പം കുഞ്ഞ് മര്യാദയ്ക്ക് പിടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ അതിൽ കയറിയപ്പോൾ ഞങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ വണ്ടികളാണെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ബ്ലോക്കൊക്കെ കിട്ടി നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അവിടെ ഞങ്ങൾ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നേക്കാണ് കേട്ടോ. അത് കഴിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നല്ലോണം വിശക്കുട്ടായിരുന്നു. നമ്മുടെ വീടല്ലല്ലോ. അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളും കൂടെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം ഇനി എന്ത് ചെയ്യും മല്ലയ്യ, കാരണം അവിടെ ഇന്ന് സൺഡേ എങ്ങാണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ കടകളും ലീവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. 2 ചിക്കൻ 65ഉം അച്ഛനെന്തോ പൊറോട്ടയും, ഞങ്ങൾ രണ്ടാളും മസാല ദോശയാണ്. അമ്മ അതാ ചോറാണ് കേട്ടോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോറുണ്ണാം. ഇതിപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ. അത് കഴിഞ്ഞ് പിന്നെ കഴിക്കുന്നതാണ് ഇപ്പോൾ. എനിക്കാണെങ്കിൽ രാത്രി മസാല ദോശ ചോറുണ്ടാലൊക്കെയാണ് വയറ് നിറഞ്ഞൊന്ന് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അമ്മയുടെ ഇന്ന് ഞാൻ ചോറൊക്കെ കൊണ്ടുവിട്ടു. അവിടെ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ ഡിപ്പോൻ്റെ അവിടെ തന്നെ ഉള്ളൊരു ഫ്രൂട്ട്സ് കടയിൽ വന്നു. ഫ്രൂട്ട്സ് അല്ല, ജ്യൂസ് കടയിൽ വന്നിട്ട് ഒരു ജ്യൂസും കൂടെ സെറ്റായി കുടിച്ച് നിന്നോട്ടാ. പിന്നെ എനിക്ക് ഐസ് കുറച്ചിട്ടാണ് പറഞ്ഞത്. അത് നമ്മുടെ ഓപ്പോസിറ്റ് കുറേ കടകളുണ്ട്. അവിടെയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ചെരുപ്പുകൾ, നല്ല ഭംഗിയുള്ള കൂളിംഗ് ഗ്ലാസുകളും, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ. അപ്പോൾ ഇത് കണ്ടിട്ടൊക്കെ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നേരെ വണ്ടി കയറിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കാടക്കോഴീനെ പൊരിച്ച് വെച്ചേക്കുന്നത്. ഞാൻ ശരിക്കും കണ്ടത് അപ്പോഴാണ് കേട്ടോ, കാടക്കോഴീനെ ഇതേപോലെ ബോഡി അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൊരിച്ച് വെച്ചേക്കണത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് പോയത് നല്ലൊരു ട്രാഫിക് ബ്ലോക്കിലായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് ശരിക്കും റൂമിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്ന് കറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ സ്റ്റുഡിയോ നിൽക്കണം. അപ്പോൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് കുറച്ച് അലമ്പ് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബോയ്സാ വന്നിട്ട് നമ്മൾ ആകെ കറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്രോക്സ് എടുക്കാനാണ് പോയത്. അച്ഛന് ക്രോക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടെ കുഞ്ഞിക്കും കൂടി എടുത്തു. ഞാൻ എൻ്റെ സൈസ് നോക്കി വരുമ്പോഴത്തേക്കും എൻ്റെ സൈസ് അവിടെ ഇല്ല ഗൈസ്.
അടിക്കാന്നല്ല ഇതൊക്കെ എപ്പാ അങ്ങനെ ഇതാ റൂമിൽ വന്ന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ രാത്രി നമുക്ക് ഫുഡൊന്നും ഇല്ല കഴിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ വിശക്കില്ല എന്ന് വിചാരിക്കുന്നു. സുഖമായിട്ട് കിടന്നുറങ്ങും, കാരണം നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ മേടിച്ച സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇനി ഞങ്ങൾക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ വേണം പോവാനായിട്ട്. നാളെ വന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.